ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു സജദയിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. ആകാശം മുതൽ ഭൂമി വരെ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ നിയന്ത്രിക്കുന്നു. യുദബ്ബിറു, നിയന്ത്രിക്കുന്നു, അൽ അംറ, എല്ലാ കാര്യങ്ങളും, മിനസ്സമായി ഇലൽ അർള്, ആകാശം തൊട്ട് ഭൂമി വരെ. വളരെ പ്രധാനപ്പെട്ട ഒരായത്താണിത്. നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. മനുഷ്യന് മറ്റ് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കൽപ്പനകളും കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അൽ അംർ, എല്ലാ കൽപ്പനകളും എല്ലാ കാര്യങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? ആകാശം തൊട്ട് ഭൂമി വരെ. ചില മുഫസ്സിറുകളുടെ അഭിപ്രായത്തിൽ അത്തരം കൽപ്പനകൾ ആകാശ ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. സൂറത്ത് അത്വലാഖ് 12 പറയുന്നത് പോലെ ആകാശഭൂമികൾക്കിടയിൽ അവൻ്റെ ശാസനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഖലാഉകളും ഖദറുകളുമാണ് ഇതിൻ്റെ ഉദ്ദേശം. ചിലർ അത് ജിബ്രീൽ മുഖേനയുള്ള വഹയാണ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്, ഖലാ ആണ്, ഖദറാണ്, ജിബ്രീൽ മുഖേന ഇറക്കുന്ന വഹയാണ് എന്നൊക്കെ ഈ അംറിനെ കുറിച്ച് അഭിപ്രായങ്ങളുണ്ട്. അംർ ഇബ്നു മുറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ നിയന്ത്രണ കാര്യങ്ങളിൽ ജിബ്രീൽ, മീഖായിൽ, ഇസ്രായീൽ, ഇസ്രാഫീൽ തുടങ്ങിയ മലക്കുകളെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. അപ്പോൾ കൽപ്പനകളായി ഏതൊക്കെ മലക്കുകളിലെ ഉത്തരവാദിത്തപ്പെട്ടവരിലൂടെ ഇറങ്ങുന്നുണ്ടോ അതെല്ലാം യുദബ്ബിറുൽ അംറ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടും. ചുരുക്കത്തിൽ ആകാശം മുതൽ ഭൂമി വരെ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ്. നേരത്തെ ആരാണ് അള്ളാഹു? അവരുടെ ദൈവങ്ങളെ ആക്ഷേപിച്ചു കളഞ്ഞു. അള്ളാഹുവിനെ പറ്റി റസൂലുള്ളാഹി വിശദീകരിച്ചപ്പോൾ എന്നാണല്ലോ ആക്ഷേപം. അവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ. അപ്പോൾ അള്ളാഹു, ഇസ്ലാമിലുള്ള യഥാർത്ഥത്തിലുള്ള അള്ളാഹു സർവകാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളാണ്. ആകാശം മുതൽ ഭൂമി വരെ ഈ പറയുന്ന രൂപത്തിലൊക്കെ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് അവൻ മാത്രമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ മുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ ഭൂമിയിലുള്ള ചില ആളുകളാണെന്ന് പറയുന്ന രസകരമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെതിരെ ആക്ഷേപങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ശരിയായ ഒരു ദിശയിലേക്ക്, ശരിയായ കാര്യങ്ങളിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സുമ്മ യഅ്റുജു ഇലൈഹി മിൻ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഅദ്ദൂൻ. പിന്നെ ഈ നിയന്ത്രണ വൃത്താന്തം ഒരു നാൾ ഉപരിലോകത്ത് അവൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു. നിങ്ങൾ എണ്ണുന്ന 1000 സംവത്സരങ്ങളുടെ ദൈർഘ്യമുണ്ട് ആ നാളിന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അഥവാ കൽപ്പനകൾ ഇറങ്ങിയ ശേഷം സുമ്മ യഅ്റുജു ഇലൈഹി, പിന്നെ അത് കയറി ചെല്ലുന്നു, അള്ളാഹുവിൻ്റെ ഉപരിലോകത്ത് അതെത്തുന്നു. ആ ഒരു ദിനത്തിന് നിങ്ങൾ എണ്ണുന്ന 1000 സംവത്സരങ്ങളുടെ, 1000 വർഷങ്ങളുടെ ദൈർഘ്യമുള്ള ഒരു നാളിലാണ് ഫി യൗമിൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സർവ കൽപ്പനകളും ഒരു നാൾ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ കർമ്മങ്ങളാണ് ഇങ്ങനെ റബ്ബിൻ്റെ സന്നിധാനത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. അള്ളാഹു ഒരു കൽപ്പന പുറപ്പെടുവിപ്പിച്ചു, അതിനനുസരിച്ച് മനുഷ്യൻ പല കർമ്മങ്ങളും ചെയ്തു. ആ കർമ്മങ്ങളാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. സൂറത്ത് അൽ മആരിജിലെ 4-ാമത്തെ സൂക്തത്തിൽ
തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സനത്തിൻ. മലക്കുകളും ജിബ്രീലും 50,000 ആണ്ട് ദൈർഘ്യമുള്ള ഒരു നാളിൽ അവങ്കിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ ഒരു ഇറക്കം നടക്കുന്നുണ്ട്, ഒരു കയറ്റം നടക്കുന്നുണ്ട്. വളരെ വലിപ്പമുള്ള അല്ലെങ്കിൽ ആണ്ടുകളുടെ ദൈർഘ്യമുള്ള ഒരു നാളിൽ മാഷറയിലേക്ക്, അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്നു എന്ന അർത്ഥത്തിലൊക്കെ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൂറത്തു സജദയിൽ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ജിബ്രീലിനെയാണെന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ കയറിപ്പോകുന്നത് ജിബ്രീലാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും മനുഷ്യർ കണക്കാക്കുന്ന 1000 ആവട്ടെ 50,000 ആവട്ടെ വർഷങ്ങളുടെ അടുത്ത് അങ്ങനെയുള്ള വിലയേറിയ ഒരു ദിനത്തിൽ അള്ളാഹുവിലേക്ക് ഇതെല്ലാം കയറി ചെല്ലുന്നുണ്ട് എന്ന് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നു. അള്ളാഹുവിൻ്റെ ലോകങ്ങൾ, അവയ്ക്കിടയിലുള്ള ദൂരങ്ങൾ, അതുപോലെ ഒന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളല്ല. അതോടൊപ്പം അള്ളാഹു ആകാശത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തിരിക്കുകയാണ് എന്ന് നമ്മൾ ധരിക്കരുത്. അവൻ സ്ഥലകാല അതീതനായിട്ടുള്ള ഒരു ശക്തിയാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവന് മാത്രം തിരിയുന്ന ചില സംഗതികൾ വെച്ചുകൊണ്ട് നമ്മളോട് ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിലേക്കാണ്. അത് ചോദിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. അതിൻ്റെ ഉത്തരങ്ങളായി, കർമ്മങ്ങളായി അള്ളാഹുവിലേക്ക് അത് തിരിച്ചു ചെല്ലുന്നു എന്നൊക്കെ നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാം. മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ദൈവിക സന്ദേശം തള്ളിക്കളഞ്ഞാൽ ദൈവശിക്ഷ അനുഭവിക്കുമെന്ന് കുറേ കാലമായല്ലോ നീ പറയുന്നു, അതിനാൽ ഇതൊക്കെ കള്ളമാണ് ഈ പറയുന്നത് എന്നൊക്കെ അവർ ജൽപ്പിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല. കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവനിലേക്ക് തിരിച്ചെത്തും. അത് നിങ്ങൾ ഗണിക്കുന്ന ഒരു കാലഗണന അനുസരിച്ചല്ല എന്നൊക്കെ ഇവിടെ ബോധ്യപ്പെടുത്തുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ആഖിറമുണ്ട് എന്ന് ഇതെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഖുർആൻ പഠിക്കുന്ന നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. എല്ലാ കാര്യവും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ആഖിറ നാളിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നൊരു ചിന്തയാണ് നമ്മളിൽ ശക്തമാകേണ്ടത്. 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ദാലിക ആലിമുൽ ഗൈബി വശഹാദത്തിൽ അസീസുർ റഹീം. അവൻ എല്ലാ ഒളിഞ്ഞതും തെളിഞ്ഞതുമായ കാര്യങ്ങൾ അറിയുന്നവനാണ്, അജയ്യനും ദയാപരനുമാണ്. ആലിമുൽ ഗൈബി വശഹാദ, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും തെളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിനറിയാം. അവൻ അസീസാണ്, അജയ്യനാണ്, അർ റഹീം, അവൻ പരമകാരുണികനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. പ്രപഞ്ചത്തിലോ മനുഷ്യനിലോ ലോകത്തെവിടെയും അവനറിയാത്തൊരു കാര്യവുമില്ല. മറ്റൊരു ശക്തിക്കുമില്ലാത്ത ഗുണമാണ്. എല്ലാം അറിയുന്നവനാണ്. രഹസ്യമാവട്ടെ പരസ്യമായിട്ട് അറിയുന്നവനാണ്. നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ പറയുന്ന വർത്തമാനങ്ങൾ അറിയുന്നുണ്ട്, പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്, അതൊരു മറുപടിയാണ്. അതോടൊപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തെ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മങ്ങൾ മുഴുവനും അറിയുന്നവനാണവൻ. ഒരു കർമ്മ പുസ്തകം അവനിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അന്നത്തെ ഒരു നാളിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. സർവത്തെയും അതിജയിക്കുന്ന അൽ അസീസ് അവനാണ്. അവനെ തോൽപ്പിക്കുന്ന ഒരു ശക്തിയുമില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവൻ അർ റഹീം, സൃഷ്ടികളോട് കനിവും കാരുണ്യമുള്ളവനാണ് അള്ളാഹു. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം റഹീം എന്ന് പറയുമ്പോൾ ഇത് വിശ്വാസികളോടാവാം, അവിശ്വാസികളോടാവാം, അവരോട് വേറിട്ട സമീപനമാകാം, ഒന്നിച്ചുമാകാം എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇസ്സത്തിൻ്റെ കൂടെ റഹ്മത്ത് കൂടി ചേരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പൂർണ്ണതയുണ്ടാകുന്നത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ
എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിൽ നിന്നാണ്. കർമ്മങ്ങളും ഖലാകളും ഖദറുകളും കൽപ്പനകളും ജിബ്രീലും ഇങ്ങോട്ടിറങ്ങുന്നുണ്ട്. ഇതൊക്കെ പ്രവർത്തനങ്ങളായിട്ട്, കർമ്മങ്ങളായിട്ട്, ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വീണ്ടും എത്തും എന്ന് പറയുന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഗാംഭീര്യമുള്ള ഇത്തരം വിഷയങ്ങളെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.